ഹലോ ഗൈസ്, ഇന്ന് റിലീസ് ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷൈൻ നിഗത്തിന്റെ ബൾട്ടി എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാടൊന്നും വലിച്ചു നീട്ടുന്നില്ല, നേരെ സിനിമയിലേക്ക് വരാം. ആദ്യം തന്നെ എനിക്ക് പെർഫോമൻസ് ആണ് എടുത്ത് പറയേണ്ടത്. ഷൈനിന്റെ പെർഫോമൻസ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പുള്ളി നൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്, പരിപാടി, ആ ഒരു സ്വാഗ് ഒക്കെ അടിപൊളിയായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് വർക്കായി. പിന്നെ അവരുടെ ഒരു ഗ്യാങ് ഉണ്ട്, ശാന്തനു, അങ്ങനെ ഒരു 4 പേരുടെ ഗ്യാങ് ഉണ്ട്. അതും കിടിലായിരുന്നു. അവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സെൽവരാഗ് ഉണ്ടായിരുന്നു, പുള്ളി നൈസ് ആയിരുന്നു. പൂർണിമ നൈസ് ആയിരുന്നു. പിന്നെ നമ്മുടെ സോഡാ ബാബു, അൽഫോൺസ് പുത്രൻ ഉണ്ടായിരുന്നു. പുള്ളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളി അടിപൊളിയായിരുന്നു. അങ്ങനെ ഓൾവേസ് പെർഫോം ചെയ്തേക്കുന്ന എല്ലാവരുടെയും അടിപൊളി പരിപാടിയായിരുന്നു. പിന്നെ സെക്കൻഡ് വൺ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു വൈബാണ്. അതും നൈസ് ആയിരുന്നു. നല്ല ആ സീനുമായിട്ട് നല്ല രീതിയിൽ ക്ലബ് ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു. പിന്നെ പാട്ടിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ പാട്ടുകൾ ഉള്ള പോലെ തോന്നി. ഇത്രയും പാട്ട് വേണമായിരുന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് കുറച്ചൊരു പരിപാടിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു സ്പോർട്സ് ആക്ഷൻ ത്രില്ലറാണ്. അതായത് നമ്മൾ മലയാളത്തിൽ ഒരു സെവൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചാക്കോച്ചന്റെ ഒക്കെ പടമില്ല, അതേ പാറ്റേണിലുള്ള കുറച്ച് സീൻസ് ഒക്കെ ഇതിൽ അവിടെ ഇവിടെയായിട്ട് വരുന്നുണ്ട്. അതേപോലെ നമ്മൾ ഇതിനു മുമ്പ് മലയാളത്തിലും തമിഴിലും കണ്ടിട്ടുള്ള ഈ സ്പോർട്സ് മൂവീസിനകത്ത് വരുന്ന ത്രെഡ്, പിന്നെ ഫ്രണ്ട്ഷിപ്പ്, അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ചെറിയ കൊളിഷൻസ്, പണത്തിനുള്ള ആവശ്യങ്ങൾ, ഈ ടൈപ്പ് ഓഫ് ത്രെഡ് ഒക്കെ തന്നെയാണ് പരിപാടി വരുന്നത്. പക്ഷെ നൈസായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു കൊച്ചു സിനിമയാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലെന്തിയാണ്, കുറച്ചൊന്ന് ട്രിം ചെയ്തിരുന്നെങ്കിൽ നൈസ് ആയിരുന്നു തോന്നി. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ മൊത്തത്തിൽ നമുക്ക് സിനിമയായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള കഥയും പരിപാടിയൊക്കെ തന്നെയാണെങ്കിലും നൈസ് ഒരു വൈബിനിരുന്ന് കാണാൻ പറ്റുന്ന, കണ്ടു തീർക്കാൻ പറ്റുന്ന നല്ലൊരു കൊച്ചു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് എന്തായാലും സിനിമ ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ നോക്കുമ്പോൾ തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റുന്ന നല്ലൊരു സ്പോർട്സ് ആക്ഷൻ ത്രില്ലർ കൊച്ചു സിനിമയാണ്. ത്രില്ലർ എന്നൊന്നും അത്ര ഞാൻ എടുത്ത് പറയുന്നില്ല, പക്ഷെ ഒരു സ്പോർട്സ് ഓറിയന്റഡ് ആയിട്ട് ഇപ്പൊ അടി പൊട്ടുമെന്ന് നമ്മൾ വിചാരിക്കും, അടി പൊട്ടും. അങ്ങനെയൊക്കെയുള്ള പടങ്ങൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ വർക്കാവാനാണ് സാധ്യത. എന്തായാലും എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ ആരെങ്കിലും സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കാം. ബൈ.